ഹായ്. ഞാൻ കുറേ സ്റ്റിച്ചിങ് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഇന്ന് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യാമെന്നാണ് കരുതുന്നത്. അപ്പം ഞാൻ ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് 6 months ബേബീൻ്റെ ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ അതെൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് ഡ്രാഫ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ ഞാൻ ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വെച്ചാൽ കാണുന്ന കരുതുന്നു. ഓക്കെ, നമ്മൾ ബേബിയുടെ വിഡ്ത്ത് നമ്മളിത് ഓൺ ഫോൾഡായിട്ട് മടക്കിയ ശേഷം നമ്മൾ ടോട്ടൽ ലെങ്ത്ത് എടുക്കുന്നത് 7.5 ഇഞ്ചാണ് കേട്ടോ. അത് നമ്മൾ മാർക്ക് ചെയ്യാം. ആൻഡ് വിഡ്ത്ത് എടുക്കേണ്ടത് 4.5 ഇഞ്ചാണ്. അത് നമ്മൾ മാർക്ക് ചെയ്തു. പ്ലസ് സീം അലവൻസ് ആയിട്ട് നമ്മൾ ബാക്കി 1 ഇഞ്ചും കൂടി എടുക്കാം. ഓക്കെ, അത് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഷോൾഡർ എടുക്കുന്നത് 3.5 ഇഞ്ചാണ് കേട്ടോ. 3.5 ഇഞ്ച് ഷോൾഡർ. അപ്പോൾ ഷോൾഡർ നമ്മളിവിടെ വെച്ച ശേഷം 3.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം അത് താഴത്തേക്കും മാർക്ക് ചെയ്യാം. ജസ്റ്റ് നമുക്കൊരു ഷോൾഡറിൻ്റെ ലൈന് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ അതിൽ ഒരു വര കൊടുക്കാം. 3.5 ഇഞ്ചാണ് നമ്മൾ താഴത്തേക്ക് ലൈൻ എടുത്തിട്ടുള്ളത്. താഴത്തേക്ക് നമ്മൾ എടുക്കുന്നത് 3.5 ഇഞ്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഷോൾഡർ നമ്മൾ ഈ സൈഡും 3.5 ഇഞ്ചാണ് എടുക്കുന്നത്. ആം ഹോള് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 3.5 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. ഇത് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കാം. അപ്പോൾ നമ്മുടെ ആം ഹോള് ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് കരുതുന്നു, ക്ലിയർ ആണ് എന്ന് കരുതുന്നു കേട്ടോ. എനിക്കിവിടെ നിന്ന് കാണുന്നില്ല ആക്ച്വലി. ഇനി അപ്പോൾ ഷോൾഡർ നമ്മൾ ലൈൻ വരച്ചു. അപ്പോൾ നെക്സ്റ്റ് ഇനി നമ്മുടെ കഴുത്തിൻ്റെ അളവാണ് എടുക്കേണ്ടത്. കഴുത്തിൻ്റെ നെക്കിൻ്റെ എത്രയാണ് ലെങ്ത്ത് എന്നാണ് നോക്കുന്നത്. നമ്മൾ 1.5 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. ബാക്കി നമ്മൾ സ്ട്രാപ്പായിട്ടാണ് വരിക കേട്ടോ. അപ്പോൾ 3.5ൽ 1.5 ഇഞ്ച് നമ്മൾ നെക്ക് വിഡ്ത്തായിട്ട് കൊടുക്കുകയാണ്. താഴത്തേക്ക് നെക്ക് കൊടുക്കുന്നത് ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്ക് 2 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ബാക്ക് നെക്ക് കേട്ടോ 2 ഇഞ്ച്. അത് നമ്മളൊരു സ്ക്വയർ ബോക്സ് വരയ്ക്കാം. ഞാൻ ഇത് തന്നെയാണ് ഫ്രണ്ടും ബാക്കും വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് നെക്ക് ഞാൻ കൊടുക്കുന്നത് 3.5 ഇഞ്ചാണ്. 3.5 ഇഞ്ച് സെയിം. അപ്പോൾ ബോക്സ് താഴത്തേക്ക് ആക്കിയിട്ട് നമ്മൾ വരയ്ക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഉള്ളത് നമ്മുടെ ബാക്ക് നെക്കാണ്. പിന്നെ താഴെ ഉള്ളത് നമ്മുടെ ഫ്രണ്ട് നെക്കാണ് കേട്ടോ. അത് രണ്ടും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ സ്ലീവ് നമുക്ക് ഇവിടുന്ന് ഒരു 0.75 സ്ലീവിൻ്റെ ഈ കോർണറിൽ നിന്ന് ഒരു 0.75 പുറത്തേക്ക് ഇങ്ങനെ വരയ്ക്കാം. നമുക്കൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മുടെ ആം ഹോൾ കർവൊക്കെ വരയ്ക്കുന്ന സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ഇതിവിടെ വരച്ചു കൊടുക്കാം. ഇത് നമ്മുടെ ബാക്ക് സ്ലീവാണ് കേട്ടോ. ബാക്ക് സ്ലീവാണ് ഞാനിപ്പോൾ വരച്ചിട്ടുള്ളത്. ഇനി ഫ്രണ്ട് സ്ലീവ് വരയ്ക്കാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു തുണ്ട് കുറച്ചൊന്ന് ഇങ്ങോട്ട് ഉള്ളിലേക്ക് ഒരു ജസ്റ്റ് അത് ഇത് വെച്ച് വരയ്ക്കണമെന്നില്ല, കൈ കൊണ്ട് ഒന്ന് ഉള്ളിലേക്ക് ഒരു കർവ് കൊടുത്ത് വരച്ചാൽ മതി. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഉള്ളിലേക്ക് ഇതാക്കി വരച്ചു കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് സ്ലീവ്. പിന്നെ നമ്മുടെ ഫ്രോക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4.5 തന്നെയാണ്. 4.5. പിന്നെ അവിടെ നിന്ന് നമ്മൾ സീം അലവൻസ് ഇട്ടു. പിന്നെ ലെങ്ത്ത് വരുന്നത് 7.5. പിന്നെ എക്സ്ട്രാ സീം അലവൻസ് ആയിട്ട് ഒരു 1/2 ഇഞ്ചും കൂടി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഈ പേപ്പറുള്ളിടത്തോളം എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ഇങ്ങനെ മനസ്സിലാവും. ഇങ്ങനെയാണ് ഞാൻ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അതിന് മുകളിൽ കൊടുക്കാം.
ഫ്രോക്കിൻ്റെ താഴ്ഭാഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ആ തുണി തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ എടുത്തിട്ടുള്ള തുണിയുടെ ലെങ്ത്ത് 9 ഇഞ്ചാണ് വരുന്നത്. 9 ഇഞ്ച്. പിന്നെ വീതി വിഡ്ത്ത് വരുന്നത് 32 ഇഞ്ചസ് ആണ് കേട്ടോ. ഇത് രണ്ടായിട്ട് മടക്കിയിട്ടുള്ളതാണ്. ഞാൻ പ്ലീറ്റ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 32 ഇഞ്ചിൻ്റെ ഇങ്ങനത്തെ 2 തുണി എടുത്തിട്ടുണ്ട്, എക്സ്ട്രാ വരാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അത് ടോട്ടൽ എത്രയാണ് വന്നതെന്ന് ഞാൻ പറയാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ കട്ട് ചെയ്തത് മീൻസ് ഈ ഡ്രാഫ്റ്റ് ചെയ്തത് നമ്മളൊരു ക്ലോത്തിലേക്ക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫാബ്രിക്കിൽ ഈ പാറ്റേൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബാക്ക് പാർട്ടാണ്. അപ്പോൾ സീം അലവൻസ് എക്സ്ട്രാ വിട്ടിട്ടാണ് ഈ സൈഡ് പോർഷനിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഞാനൊന്ന് ഓർത്തി കാണിച്ചു തരാം. ഇങ്ങനെ. അപ്പോൾ നമുക്കിവിടെ സിബ് അറ്റാച്ച് ചെയ്യണമെങ്കിലോ ഹുക്ക് അറ്റാച്ച് ചെയ്യണമെങ്കിലോ സ്പേസ് വിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്തെടുക്കണം. സോ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാണ്. ഇതേപോലെ എടുത്ത ശേഷം പിന്നെ ചെയ്യേണ്ടവർ പിന്നെ ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ ചെയ്യാതെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. വളരെ സ്ലോ ആയിട്ട് വേണം ചെയ്യാൻ. സോ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇതാ ഇങ്ങനെ. ഇനി നമ്മൾ സ്ലീവ് കൊടുക്കുകയാണ്. നമ്മൾ ആം ഹോളിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആം ഹോൾ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ആം ഹോളിലാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മളിത് സ്ലോലി കട്ട് ചെയ്യണം. ഭയങ്കര കെയർഫുള്ളായിരിക്കണം. ഈ കർവ്സ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതതിൻ്റെ ഫിനിഷിങ്ങിൽ വരുള്ളൂ. ഈ സ്ലീവിൻ്റെ അവിടെ ഇത് കട്ട് ചെയ്ത ശേഷം നമ്മൾ ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഈ വലിയ പാർട്ടുള്ളത് തന്നെയാണ് ബാക്ക് സൈഡ്. അത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് കറക്റ്റ് കട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ലൈനിങ് വരുന്നത് കേട്ടോ. ലൈനിങ് ഫസ്റ്റ് മറിച്ചിടേണ്ട ലൈനിങ്. സോ നമ്മൾ ഉടുപ്പ് നമ്മൾ മറിച്ച് ഇടുകയാണ്. അത് കഴിഞ്ഞ ശേഷം ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ. എൻ്റെ കയ്യിൽ ഗോൾഡൻ കളർ ലൈനിങ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് എക്സാക്ട് മാച്ചിങ് ലൈനിങ് വാങ്ങിയ ശേഷം അത് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടാണ് ഇത് കേട്ടോ. അത് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിക്ക് നിൽക്കുവേ. ഇതിപ്പോൾ ഞാൻ അയൺ ചെയ്തിട്ടില്ല, ജസ്റ്റ് മറിച്ചിട്ടിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എക്സസ് പാർട്ട് അടിയിൽ വരുന്ന ലൈനിങ്ങിൻ്റെ നമുക്ക് കട്ട് ചെയ്ത് ലെവലാക്കിയിടാം. സോ ഫ്രണ്ട് പാർട്ട് കഴിഞ്ഞു. സോ ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. സെയിം ലൈനിങ് ക്ലോത്ത് മെയിൻ വെച്ചു, നമ്മുടെ ഫാബ്രിക് വെച്ചു. ഇതാണ് നല്ല ഭാഗം. അതിനുശേഷം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എൻ്റെ ലൈനിങ് നല്ലത് മീൻസ് ലൈനിങ് കട്ട് ചെയ്ത് വെച്ചത് ഞാൻ വെച്ചു.
ഓക്കെ, ഇനി ഞാനത് കട്ട് ചെയ്യാൻ പോവാണ്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നെക്സ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.